തിരുവനന്തപുരം വികാസ് ഭവനിലെ കെ.എസ്.ആർ.ടി.സിയുടെ വാഹന പുകപരിശോധനാ കേന്ദ്രത്തിന്റെ ഐഡി സസ്പെൻഡ് ചെയ്ത് മോട്ടോർ വാഹന വകുപ്പ്. നടപടി ജനം ടിവി വാർത്തയെ തുടർന്ന്. പരിശോധനകളില്ലാതെ വ്യാജമായ പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് നൽകുന്നു എന്നായിരുന്നു ജനം ടിവി വാർത്ത. മാനന്തവാടിയിൽ സർവീസ് നടത്തിയ കെ.എസ്.ആർ.ടി.സി ബസിനും തിരുവനന്തപുരത്തു നിന്നും സർട്ടിഫിക്കറ്റ് വ്യാജമായി നൽകി. തിരുവനന്തപുരം RTO ആണ് നടപടി സ്വീകരിച്ചത്. കെ.എസ്.ആർ.ടി.സിയുടെ കീഴിലുള്ള വാഹന പുക പരിശോധനാ കേന്ദ്രത്തിൽ വ്യാജ പുക പരിശോധനാ സർട്ടിഫിക്കറ്റ് നൽകിയ വാർത്ത ജനം ടിവി പുറത്തു കൊണ്ടുവന്നിരുന്നു. ഇതിനെ തുടർന്നാണ് തിരുവനന്തപുരം വികാസ് ഭവന് സമീപം പ്രവർത്തിച്ചിരുന്ന വാഹന പുക പരിശോധനാ കേന്ദ്രത്തിന്റെ ID മോട്ടോർ വാഹന വകുപ്പ് സസ്പെൻഡ് ചെയ്തത്. മാനന്തവാടിയിൽ സർവീസ് നടത്തിയ കെ.എസ്.ആർ.ടി.സി ബസിന് തിരുവനന്തപുരത്ത് നിന്ന് സർട്ടിഫിക്കറ്റ് വ്യാജമായി നൽകിയെന്നും ജനം ടിവി അന്വേഷണത്തിൽ തെളിഞ്ഞു. 1989 കെ.എസ്.ആർ.ടി.സിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബസിനും 2016 രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ബസിന്റെയും പുകയുടെ തോത് ഒരേ അളവിലാണെന്നും ഇത്തരത്തിൽ നൽകിയ 30ഓളം സർട്ടിഫിക്കറ്റുകൾ വ്യാജമാണെന്നും ജനം ടിവി കണ്ടെത്തിയിരുന്നു. വാഹന പുക പരിശോധനാ കേന്ദ്രം നടപ്പിലാക്കേണ്ട മാനദണ്ഡങ്ങൾ അട്ടിമറിച്ചാണ് വ്യാജ സർട്ടിഫിക്കറ്റുകൾ നൽകിയതെന്ന് തെളിവ് സഹിതം ജനം ടിവി വാർത്ത പുറത്തുവിട്ടിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ MVD നടത്തിയ പരിശോധനയിൽ പുക പരിശോധനാ കേന്ദ്രം നടത്തിയ നിയമലംഘനങ്ങൾ കണ്ടെത്തി. തുടർന്നാണ് തിരുവനന്തപുരം RTO കെ.എസ്.ആർ.ടി.സിയുടെ പുകപരിശോധനാ കേന്ദ്രത്തിന്റെ ID സസ്പെൻഡ് ചെയ്തത്. ഏറെ കൊട്ടിഘോഷിച്ചാണ് തിരുവനന്തപുരത്ത് കെ.എസ്.ആർ.ടി.സി സ്വന്തമായി പുകപരിശോധനാ കേന്ദ്രം ആരംഭിച്ചത്. യാത്രാ ഫ്യൂവൽസ് എന്ന പേരിൽ തിരുവനന്തപുരം വികാസ് ഭവനിൽ പ്രവർത്തിക്കുന്ന പുകപരിശോധനാ കേന്ദ്രത്തിൽ നടന്നത് പൂർണ്ണമായും തട്ടിപ്പാണെന്നും ജനം ടിവി കണ്ടെത്തിയിരുന്നു. വിവിനിഷ്, ജനം, തിരുവനന്തപുരം.